സോ ഇതും ഒരു ക്ലയൻറ്റ് ബിൽഡാണ്. നമ്മൾ നേരത്തെ ഒരു ബിൽഡ് ചെയ്തതാണ് ഇവർക്ക്. സോ ഇത് സെക്കൻഡ് ബിൽഡാണ്. അവർക്ക് വേറൊരു പി സി സെയിം സ്പെക്കിൽ സിമിലർ സ്പെക്കിൽ വേറൊരു പി സി വേണമെന്ന് പറഞ്ഞു. സോ ഓൾമോസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ സിമിലർ സ്പെക്ക് തന്നെയായിരിക്കും. ചെറിയ ചേഞ്ചസ് ഉണ്ട്. പ്രോസസ്സർ ചെറുതായിട്ട് മാറ്റി അങ്ങനെ 1-2 കോമ്പണൻസ് നമ്മൾ മെയിൻലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ മെയിൻ ചേഞ്ച് വന്നത് പ്രോസസ്സറാണ്. പ്രോസസ്സർ കഴിഞ്ഞ ബിൽഡിൽ നമ്മൾ യൂസ് ചെയ്തത് ഇന്റലിന്റെ i7-12700KF പ്രോസസ്സറാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലേറ്റസ്റ്റ് 13th ജനറേഷൻ 13700KF മോഡലാണ്. സോ സ്പെക്കിലും പെർഫോമൻസ് വൈസും ചെറിയ അപ്ലിഫ്റ്റ് നമുക്ക് കാണാം. 16 കോഴ്സ് ആണ് ടോട്ടൽ വരുന്നത്. 8 പി കോഴ്സും 8 ഇ കോഴ്സുമാണ്. 24 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ത്രെഡ്സ് ഈ പ്രോസസ്സറിൽ വരുന്നത്. 5.2 5.3 റേഞ്ചിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറാണ്. കോർ കൗണ്ടും ഇതിൽ കൂട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ TDPയും കൂടിയിട്ടുണ്ട്. 250ക്ക് മേലെയാണ് പവർ കൺസംഷൻ പോകുന്നത്. 270 വാട്ട്സ് വരെ ടച്ച് ആയിട്ടുണ്ട്. സോ അപ്രോക്സിമേറ്റ്ലി 38,000 പ്രൈസ് റേഞ്ച് ഉണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഒരു ഹെവി ആയിട്ടുള്ള CPU നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ചോയ്സ് ആണ്. ആൻഡ് മദർ ബോർഡ് നമ്മൾ ചൂസ് ചെയ്തത് GigaByte ബ്രാൻഡിന്റെ Z690 സീരീസിൽ വരുന്ന 690 ചിപ്സെറ്റ് ഉള്ളത് Z690 UD മോഡലാണ്. സോ GigaByte UD എന്ന് പറയുന്ന അൾട്രാ ഡ്യൂറബിൾ സീരീസിൽ വരുന്നതാണ്. സോ കമ്പയർ ടു ലൈക്ക് ഒരു മിഡ് റേഞ്ചിനേക്കാളും ഹയർ റേഞ്ചിൽ നിൽക്കുന്ന സീരീസ് ആണ് UD സീരീസ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോർഡാണ്. കൺസ്ട്രക്ഷൻ നോക്കുവാണെങ്കിലും വെൽ ബിൽറ്റ് ആണ്. VRM സെക്ഷനും ഹീറ്റ് സിങ്ക് നോക്കുവാണെങ്കിലും ബീഫി ആണ്. വലിയ ഹീറ്റ് സിങ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇവൻ ദോ 13 ജനറേഷൻ ലേറ്റസ്റ്റ് സീരീസ് ആണെങ്കിലും നമുക്ക് Z690 ബോർഡിന്റെ ആവശ്യം വരുന്നുള്ളൂ. 790 പോകേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് 690 തന്നെ ബയോസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 13 സീരീസ് പ്രോസസ്സേഴ്സ് വർക്ക് ആവുന്നതായിരിക്കും. റാം G-Skillsന്റെ റിബ്ജോ സീരീസിലെ റാം ആണ് നമ്മൾ ചൂസ് ചെയ്തത്. 2 16GB കിറ്റ്സ്. സ്റ്റോറേജിനും നമ്മൾ ചൂസ് ചെയ്തത് SSDയും ഹാർഡ് ഡിസ്കിന്റെ കോമ്പിനേഷൻ ആണ്. SSD നമ്മൾ Gen 4ലെ ഏറ്റവും ഹൈ സ്പീഡ് വരുന്ന ADATA Legend 960 എന്ന മോഡലാണ്. റീഡ് സ്പീഡ് അറൌണ്ട് 7400 Mbps റൈറ്റ് സ്പീഡ് 6500 Mbps ആണ്. കൂളർ ഇവിടെ പുതിയൊരു കൂളറാണ് ചൂസ് ചെയ്തത്. കൂഗർ ബ്രാൻഡിന്റെ കൂഗർ Poseidon GT240 മോഡൽ AO ലിക്വിഡ് കൂളർ ആണ്. സോ ഇതും കഴിഞ്ഞ ബിൽഡ് പോലെ RGB ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ചൂസ് ചെയ്ത കൂളറിന്റെ പമ്പിന്റെ ഏരിയയിൽ കൂഗറിന്റെ ബ്രാൻഡിങ്ങിന്റെ ഒരു ഇൻഫിനിറ്റി മിറർ എഫക്റ്റ് അത്രയും RGB മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ്ലി നോൺ RGB PC ആണ്. ആൻഡ് ഇതും വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഓഫ് ചെയ്തിടാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഫുൾ നോൺ RGB ഒരു ബിൽഡ് ആകും ഇത്. പവർ സപ്ലൈ നമ്മൾ 850 വാട്ട്സിന്റെ ആണ്. XPG ബ്രാൻഡിന്റെ കോർ റിയാക്ടർ സീരീസിൽ വരുന്ന 850 വാട്ട്സിന്റെ ആണ്. 850 വാട്ട്സിന്റെ 80+ ഗോൾഡ് റേറ്റഡ് പവർ സപ്ലൈ ആണിത്. ആൻഡ് XPGയുടെ ഈ പർട്ടിക്കുലർ മോഡൽ അതായത് റിയാക്ടർ കോർ റിയാക്ടർ സീരീസിൽ വരുന്ന മോഡൽസ് എല്ലാം തന്നെ Tier 1 ലിസ്റ്റിൽ വരുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ PSU ടിയർ ലിസ്റ്റ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അതിൽ ഫുൾ ലിസ്റ്റിംഗ് വരും. അതായത് പവർ സപ്ലൈസിന്റെ ഫുൾ ലിസ്റ്റിംഗ്സ് ആണ്. ഏതൊക്കെ സീരീസ് ഏതൊക്കെ ബ്രാൻഡിൽ ഏതൊക്കെ സീരീസ് ആണ് Tier 1 Tier 2 അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Tier 1 എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ളതും ബെസ്റ്റ് സീരീസിൽ വരുന്ന പവർ സപ്ലൈസ് ആണ് Tier 1. അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസിലാണ് ഈ PSU ലിസ്റ്റ് ടിയർ ലിസ്റ്റ് വരുന്നത്. സോ ഇതിലെ Tier 1ലെ ടോപ്പിൽ വരുന്ന PSU ആണ് കോർ റിയാക്ടർ സീരീസ് ഫ്രം XPG. 850 വാട്ട്സ് നമ്മൾ ഫ്യൂച്ചർ അപ്ഗ്രേഡ് എന്തെങ്കിലും ആ ഒരു സംഭവം കുറച്ചൊരു ഹെഡ് റൂം കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ 750 വാട്ട്സിന്റെ ബ്രോൺസ് ആയാലും കുഴപ്പമില്ല. ക്യാബിനറ്റ് നമ്മൾ ചൂസ് ചെയ്തത് നോൺ RGB ആണ്. സോ അതുകൊണ്ട് തന്നെ മോൺടെക്കിന്റെ Air 1000 ലൈറ്റ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ 3 ബ്ലാക്ക് ഫാൻസ് ഫുള്ളി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. സോ എക്സ്ട്രാ നമ്മൾ ഒരു നോർമൽ ഒരു ഫാൻ ആണ് യൂസ് ചെയ്തത്. ആൻഡ് ഫൈനലി ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾ കണ്ടു കാണും. Inno 3D ബ്രാൻഡിന്റെ ആണ് നമ്മൾ ചൂസ് ചെയ്തത്. Inno 3Dയുടെ RTX 3070 Ti X3 മോഡൽ. സോ ഇത് ചൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഫുൾ ഒരു ബ്ലാക്ക് ഡോട്ട് ഡിസൈൻ ആണ്. സ്റ്റെൽത്തി ബ്ലാക്ക് ലുക്ക് ആയതുകൊണ്ടാണ് ലൈക്ക് ഈ ഒരു ബിൽഡിൽ നല്ലപോലെ കോംപ്ലിമെന്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ ചൂസ് ചെയ്തത്. നമ്മൾ ലാസ്റ്റ് ബിൽഡിൽ യൂസ് ചെയ്ത Zotac-ന്റെ ആണ്. Zotac-ന്റെ Trinity OC എഡിഷൻ. സോ ഓവറോൾ ഇതാണ് സ്പെക്സ് നമ്മൾ ഈ ഒരു ബിൽഡിന് വേണ്ടി ചൂസ് ചെയ്തത്. സോ അതായിരുന്നു നമ്മുടെ 1.4 lakhs റേഞ്ചിൽ വരുന്ന ഒരു റെൻഡറിംഗ് ബേസ്ഡ് PCയുടെ സ്പെക്സ്. ഇതിൽ എന്തായാലും നമുക്ക് GPU വേണമെങ്കിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 4070 Ti നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ അതിൽ കൂടുതൽ 4080 ഒക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഹൈ എൻഡ് ഇതിലും ബെസ്റ്റ് ഹെവി ആയിട്ടുള്ള റെൻഡറിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലതായിരിക്കും. സോ ഓവറോൾ പ്രൈസിംഗ് ഡിപ്പെൻഡ് ചെയ്യും. 1.2 1.4 lakhs റേഞ്ച് ആയിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോമ്പണൻസും മേ ബി യൂസ്ഡ് GPU ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും. സോ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.